കാർത്തേട്ടാ, വൈദ്യയിൽ ഇന്ന് പൊതുശല്യം കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലല്ലോ. ദാ ഇത് കഴിക്ക. മീനാക്ഷി കൂടെ ഇവിടെ ഇരിക്കെ. വരട്ടെ മീനാക്ഷി, ഞാൻ കഴിക്കാം. എന്തിനാ ഇത്ര ടെൻഷൻ? ഇത് കഴിക്ക. എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും മീനാക്ഷി? മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? അതിപ്പോ എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. കാർത്തിയേട്ടന് അവളെ മൈൻഡ് ചെയ്യേ വേണ്ട. അവളാ മുറിക്കകത്ത് ഒരിടത്ത് കിടന്നോട്ടെ. കാർത്തിയേട്ടന്റെയും എന്റെ കുഞ്ഞിന്റെയും അടുത്തുനിന്ന് മാറിക്കിടക്കാൻ എനിക്കും സങ്കടമാ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ജോത്സ്യൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമെന്ന് പറയുന്നു. മുത്തശ്ശി അത് പറയുന്നത്, നമ്മളത് ധിക്കരിക്കണ്ട. വിഷമിക്കാതെ കഴിക്ക. കാർത്തേട്ടൻ ഇത് കഴിച്ചെവിടെ ഇരിക്കെ. ഞാൻ കുഞ്ഞിനെ ഉറക്കിയിട്ട് വരാം. കുഞ്ഞിപ്പ അമ്മയുടെ കൂടെയാ. ശരി. ഇങ്ങനെ നാണമില്ലാത്തൊരു ജന്തു. വളച്ചെടുക്കുക, പിന്നെ തേച്ചിട്ട് പോവാ. ഇതാണല്ലോ നിന്റെ തൊഴില്. എന്റെ കാർത്തിയേട്ടനെ വശീകരിക്കാനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വേഷം ഇട്ടിരിക്കുന്നത്? ഇത് എന്റെ ബെഡ്റൂം ആടി. ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരടി ചോദിക്കാൻ? ഇതൊക്കെ ഞാൻ ചെയ്യുന്നതേ നിന്റെ മുത്തശ്ശി പറഞ്ഞിട്ടാ. കാർത്തി എന്നെ ഉപേക്ഷിച്ച് നിന്നെ കെട്ടിയത് കൊണ്ടാ നിങ്ങളുടെ തറവാടിനീ നാശമൊക്കെ.